നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുള്ള കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ മോഷണം. 5.5 പവൻ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു. ചേർപ്പ് എട്ടുമുന പാടത്ത് മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. അഖില കേരള ശാസ്താംപാട്ട് മഹോത്സവം ഗാന്ധി ജയന്തി ദിനത്തിൽ അന്തിക്കാട് നടക്കും. വാർത്തകൾ വിശദമായി. പുള്ള കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ മോഷണം. ദേവിക്ക് ചാർത്തുന്ന മാലകൾ ഉൾപ്പെടെയുള്ള 5.5 പവനോളം തൂക്കമുള്ള ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. ആഭരണം സൂക്ഷിച്ചിരുന്ന ക്ഷേത്രത്തിനകത്തെ അലമാര കുത്തിപ്പൊളിച്ച നിലയിലാണ്. ക്ഷേത്രത്തിലെ പത്താഴപ്പുരയും തുറന്നു കിടക്കുന്നുണ്ട്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ക്ഷേത്രത്തിൽ CCTV സ്ഥാപിച്ചിട്ടില്ല. എട്ടുമന പാടത്ത് മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. കൃഷിപ്പണിക്കെത്തിയ തൊഴിലാളികളാണ് തലയോട്ടി ഉൾപ്പെടെയുള്ള അസ്ഥികൂടങ്ങൾ കണ്ടത്. പ്രദേശത്ത് ബന്ധുക്കളില്ലാതെ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ഒരാളെ 1.5 മാസം മുമ്പ് പോലീസിൽ കാണാതായതായി പരാതി ലഭിച്ചിട്ടുണ്ട്. ഇയാളുടേതെന്ന് സംശയിക്കുന്ന വസ്ത്രവും ചെരുപ്പും സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചേർപ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. പിണറായി വിജയന്റെ ഒത്താശയോടെ DGP അജിത് കുമാറിനെ ഉപയോഗിച്ച് തൃശൂർ പൂരം കലക്കിയതിൽ പ്രതിഷേധിച്ച് പ്രതീകാത്മക പ്രതിഷേധ പൂരം നടത്തി യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പ്രതിഷേധ പൂരം സംഘടിപ്പിച്ചത്. പ്രതിഷേധ പൂരത്തിൽ പ്രതീകാത്മക ആനകളെ അണിനിരത്തി. ചെണ്ടയും ഇലത്താളവും കൊമ്പും വീക്കുമെല്ലാം പ്രതിഷേധ പൂരത്തിൽ അണിനിരന്നു. കുടമാറ്റമാണ് പൂരത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. CPM ദേശവും RSS ദേശവും ഒരുക്കിയ കുടമാറ്റത്തിൽ ആദ്യം കുട നിവർത്തിയ CPM ദേശം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുട ഉയർത്തിയപ്പോൾ RSS ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് ഉയർത്തിയത്. EP ജയരാജന്റെ ചിത്രമുള്ള കുട ഉയർത്തിയപ്പോൾ പ്രകാശ് ജാവേദ്കറുടെ കുടയാണ് മറുഭാഗം ഉയർത്തിയത്. ആംബുലൻസിന്റെ ചിത്രമുള്ള കുട ഉയർത്തിയപ്പോൾ സുരേഷ് ഗോപിയുടെ ചിത്രമുള്ള കുടയാണ് CPM മറുപടിയായി ഉയർത്തിയത്. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ പ്രതിഷേധ പൂരം ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ അന്തിക്കാട് അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഫിറോസ് വലിയകത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് സൂരജ് ആവിണിശ്ശേരി, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ, വിൻഷി വിനോദ്, മുഹമ്മദ് ഷഹാബ്, വലപ്പാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് മാഷ്, KA അഫ്സൽ, പ്രവീൺ അഞ്ചേരി, സുമേഷ് പാനാട്ടിൽ, അജ്മൽ ഷെരീഫ്, വൈശാഖ് വേണുഗോപാൽ, ആഷിഖ് ജോസ്, സഗീർ പടുവിങ്കൽ, സുജി കരിപ്പായി, പ്രസാദ് നാട്ടിക, ഇസ്മയിൽ അറക്കൽ, KH ശരത് എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രി RSSനും BJPക്കും സുരേഷ് ഗോപിക്കും വേണ്ടി ADGP അജിത് കുമാർ ഉപയോഗിച്ച് തൃശൂർ പൂരം കലക്കുകയാണ് ചെയ്തത്. ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ആളുകളെ തൃശൂർ പേരുടെ പൂരത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് കടത്താതെ, വെടിക്കെട്ട് കാണാനൊരുക്കാതെ, കുടമാറ്റം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിൽ പോലും അലങ്കാരമാക്കിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ തന്ത്രപരമായി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തൃശൂർ പൂരം കലക്കിയതിനുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമായി പ്രതീകാത്മകമായി ഒരു പൂരം തൃപ്രയാറിൽ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയത്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി RSSകാരനാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കും മകനും കുടുംബത്തിനും ED അന്വേഷണം ഭയന്നുകൊണ്ട് തൃശൂർ പൂരം കലക്കിയതിലുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്.
അന്തിക്കാട് ശ്രീ അയ്യപ്പ സേവാ സമിതി ഗാന്ധി ജയന്തി ദിനത്തിൽ അഖില കേരള ശാസ്താംപാട്ട് മഹോത്സവം സംഘടിപ്പിക്കും. ഇത്തവണത്തെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം മകരജ്യോതി സുവർണമുദ്ര പുരസ്കാരം ശാസ്താംപാട്ട് കലാകാരൻ ദിനേശൻ കൈനൂരിന് സമ്മാനിക്കുമെന്ന് സമിതി ചെയർമാൻ ഇ രമേശൻ, ജനറൽ കൺവീനർ അന്തിക്കാട് പത്മനാഭൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1 പവന്റെ സ്വർണ്ണ ലോക്കറ്റും ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഇതോടൊപ്പം മറ്റ് 9 പേരെ ശരണകീർത്തി പുരസ്കാരവും നൽകി ആദരിക്കുന്നുണ്ട്. 10ാം വർഷമാണ് പുരസ്കാരം നൽകി വരുന്നത്. 12 വർഷമായി സമിതി ശാസ്താംപാട്ട് മഹോത്സവം നടത്തി വരുന്നുണ്ട്. ഇത്തവണ ശാസ്താംപാട്ട് മഹോത്സവത്തിൽ 4 ജില്ലകളിൽ നിന്നായി പ്രമുഖ 9 ടീം മത്സരിക്കും. സ്കൂൾ കലോത്സവങ്ങളിൽ ശാസ്താംപാട്ട് കലയെയും ഉൾപ്പെടുത്തണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകി വരാറുണ്ടെങ്കിലും അംഗീകാരം ലഭിക്കുന്നില്ലെന്ന് അയ്യപ്പ സേവാ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഗാന്ധി ജയന്തി ദിനമായ ബുധനാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് വരെ അന്തിക്കാട് ഹൈസ്കൂളിലെ ആറ്റുപുറത്ത് നാരായണൻ നായർ നഗറിലാണ് ശാസ്താംപാട്ട് മഹോത്സവം നടക്കുകയെന്നും ഭാരവാഹികൾ അറിയിച്ചു. അന്തിക്കാട് സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ പിതൃവേദിയുടെ നേതൃത്വത്തിൽ 65 വയസ്സ് കഴിഞ്ഞ അച്ഛന്മാരുടെ സ്നേഹക്കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് നടന്ന സ്നേഹക്കൂട്ടായ്മ വികാരി ഫാദർ ഡഗ്ലസ് പീറ്റർ ചെറുവത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ജോസഫ് പെരുമാടൻ, മദർ സുപ്പീരിയർ സിസ്റ്റർ ധന്യ, സെക്രട്ടറി ആൻഡോ കുളങ്ങര, ടി.പി. കുര്യൻ, ജോർജ് വടക്കൻ, ജോസ് തട്ടിൽ, വർഗീസ് തോട്ടുങ്ങൽ, ലാസർ കുരുതുകുളങ്ങര, വിൻസെന്റ് കെ വർഗീസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും കൂപ്പൺ നറുക്കെടുപ്പും നടന്നു. സ്നേഹക്കൂട്ടായ്മയ്ക്ക് ഫ്രാൻസിസ് കുരുതുകുളങ്ങര, ലാസർ കുരുതുകുളങ്ങര, മിൽട്ടൺ തട്ടിൽ, ജോയ് മാങ്ങൻ, ബിനു താണിക്കൽ, റാഫേൽ കുരുതുകുളങ്ങര, ഫ്രാൻസിസ് ചീരങ്കണ്ടത്ത്, ഫ്രാൻസിസ് അരിമ്പൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബി.ജെ.പി. തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിക്കുളം സ്നേഹതീരം പാർക്ക് ഉപരോധിച്ചു. ബി.ജെ.പി. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ബഗീഷ് പൂരാടൻ അധ്യക്ഷനായി. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോയക്കാവ്, ബി.ജെ.പി. തളിക്കുളം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മണികണ്ഠൻ ആലയിൽ, യുവമോർച്ച നിയോജകമണ്ഡലം പ്രസിഡന്റ് മനേഷ് നളൻ, നിയോജകമണ്ഡലം മഹിളാ മോർച്ച ജനറൽ സെക്രട്ടറി ഭഗിനി സുനിൽ, മഹിളാ മോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ധനഞ്ജയൻ, അനിൽകുമാർ ഇത്തിക്കാട്ട്, റിനേഷ് പട്ടാലി, രാജേഷ് കാര്യാട്ട്, ഷൺമുഖൻ മയൂർ എന്നിവർ പങ്കെടുത്തു. സ്നേഹതീരത്തിന്റെ സംരക്ഷണത്തിൽ അടിയന്തര നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് ബി.ജെ.പി. തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. ജില്ലയിലെ തന്നെ ഏറ്റവും എണ്ണം പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയാവുന്ന ഈ സ്നേഹതീരം പാർക്ക്, അത് ഒരു സാമാന്യമായ നിലയ്ക്ക് പരിപാലിക്കുവാനോ അവിടെ നിലവിൽ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ വരെ കൃത്യമായി സൂക്ഷിക്കുന്നതിനോ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപകരണം അവിടെ സ്ഥാപിക്കുന്നതിനോ യാതൊരു തരത്തിലും ഒരു ചെറുവിരലും അനക്കാത്ത ചില ഭരണ സംവിധാനങ്ങൾ അവർ ജനങ്ങളെ സാമ്പത്തികമായി കൊള്ളയടിക്കുക എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് വേൾഡ് ഹാർട്ട് ഡേയുടെ ഭാഗമായി സാഗർ ഫിനിക്സ് കാർഡിയാക് സെന്ററിന്റെയും ഫിനിക്സ് മെഡിസിറ്റിയുടെയും തളിക്കുളം ലയൺസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ സ്നേഹതീരത്ത് വെച്ച് ഹൃദയദിനം ആചരിച്ചു. ഹാർട്ട് ഓൺ സുംബ, കാർഡിയാക് സംബന്ധിച്ചുള്ള ക്ലാസ് തുടങ്ങിയവ നടത്തി. ഫിനിക്സ് മെഡിസിറ്റി സൂപ്രണ്ട് ഡോക്ടർ ഇ.കെ. രാമചന്ദ്രൻ അധ്യക്ഷനായി. തളിക്കുളം ലയൺസ് ക്ലബ് പ്രസിഡന്റ് സുഗതൻ ഉദ്ഘാടനം ചെയ്തു. ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ത്രിദീപ് സാഗർ കാർഡിയാക് സംബന്ധിച്ച് ക്ലാസ് നടത്തി. സോൺ ചെയർപേഴ്സൺ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ദിലീപ്, ട്രഷറർ ലയൻ രാജേഷ്, ബബിത തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളുടെ ആഗ്രഹം ഈ ഹൃദയാരോഗ്യ ദിനത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ആ കാർഡിയാക് സെന്ററിലേക്ക് കഴിയുന്നത്ര ആരും വരാതിരിക്കട്ടെ എന്നുള്ളതാണ്. ആർക്കും ഹൃദയ രോഗം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ആർക്കെങ്കിലും ഹൃദയത്തിൻ്റെ അസുഖം ബാധിച്ചാൽ അവർക്ക് എത്രയും വേഗം തീരദേശ മേഖലയിൽ ഏറ്റവും പെട്ടെന്ന് ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. CPM മണ്ണൂർ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി യോഗം ചേർന്നു. CPM ലോക്കൽ കമ്മിറ്റി അംഗം P.K. അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ജനാർദ്ദനൻ മണ്ണുമ്മൽ അധ്യക്ഷനായി. K.V. ഡേവീസ്, NRS ബാബു, PS പ്രസാദ്, CR രമേശ്, VK വേലായുധൻകുട്ടി, MK സദാനന്ദൻ, സുധർമ്മൻ ചിരുകണ്ടത്ത് എന്നിവർ സംസാരിച്ചു. ഇടവേള. പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണം ഇങ്ങെത്തി.
ഏവർക്കും മൈ സ്റ്റോർ മൊബൈൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് പലിശയില്ലാതെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഫോണുകൾ മാസത്തവണയിൽ സ്വന്തമാക്കാം. ഐഫോൺ, ആൻഡ്രോയിഡ് തുടങ്ങി എല്ലാത്തരം ഫോണുകളും ഫോൺ ആക്സസറീസും ലഭ്യമാണ്. മാത്രമല്ല, കംപ്ലൈന്റ് ആയ ഫോണുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് റിപ്പയർ ചെയ്തു തരുന്ന തൃപ്രയാറിലെ ഏറ്റവും വലിയ ലൈവ് സർവീസ് സെന്റർ കൂടിയാണ് മൈ സ്റ്റോർ മൊബൈൽസ്. അപ്പോൾ ഇനി ഫോണിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ഫോൺ 8078776665 8080008811. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. പൊന്നോണപ്പൂക്കൾ പോലെ, പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം. പൊന്നോണപ്പൂക്കൾ പോലെ, പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് അർച്ചന സിൽക്സ് തൃപ്രയാർ, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. കുന്നംകുമരത്ത് വാവേലി ഫാമിലി അസോസിയേഷന്റെ നേതൃത്വത്തിൽ CSM കോൺഗ്രിഗേഷൻ അംഗമായിരുന്ന സിസ്റ്റർ ലൂയിസയുടെ 4ാം ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. കണ്ണശങ്കടവ് SH കോൺവെന്റ് ചാപ്പലിൽ ദിവ്യബലിയോടെയും ഒപ്പീസോടും കൂടിയാണ് ആചരണ പരിപാടി നടന്നത്. അസോസിയേഷൻ ഭാരവാഹികളായ KD തമ്പി, KG ജോസ്, KL ജെയിംസ് എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി അയനിച്ചോട് ആസാദി നഗർ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മീലാദ് നൈറ്റ് കലാവിരുന്നും ദഫ് പ്രോഗ്രാമും സംഘടിപ്പിച്ചു. ഷഹീർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ആസാദി നഗർ കൂട്ടായ്മ പ്രസിഡന്റ് സുഹൈൽ വാടാനപ്പള്ളി അധ്യക്ഷനായി. AM ആഷിഫ്, ഫസൽ, രക്ഷാധികാരികളായ ഹംസ, ഷംസുദ്ദീൻ, സുലൈമാൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അമ്പിയ രാജശിരോമണിയാരുടെ പൂമോളെ ഫാത്തിമ, അഴകേറും റോസ റോസ, അഴകേറും റോസ, അഴകേറും റോസ റോസ, അഴകേറും റോസ. അമ്പിയ രാജശിരോമണിയാരുടെ പൂമോളെ ഫാത്തിമ, അഴകേറും റോസ റോസ, അഴകേറും റോസ. കൊണ്ട ബീബുള്ള ചെന്നാ കതിരിട്ട മുഖം മിന്നുന്നേ, അണ്ടം ചെണ്ടവരം പേരുണ്ടത് കണ്ടത് കൂളിത്താനേ, അവരിലെ ഫക്രാൽ മുഖം നീർത്തി ഉനാൽ ചാത്തി വീരുത്താനേ, ചെന്നാര കതിരേഴും കടന്നും കൊണ്ട ബീബുള്ള ചെന്നാ കതിരിട്ട മുഖം മിന്നുന്നേ, അണ്ടം ചെണ്ടവരം പേരും. ചന്ദ്രപ്പനെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രദീപ് ലാൽ അധ്യക്ഷനായി.
കയ്പമംഗലം SHO KM ഷാജഹാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സിവിൽ എക്സൈസ് ഓഫീസർ PM ജദീർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. സൈക്കോളജിസ്റ്റ് VN സഹല ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രധാനാധ്യാപകൻ KS കിരൺ, പ്രിൻസിപ്പാൾ PK ശ്രീജിഷ്, മുൻ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജ്യോതി പ്രകാശ്, ഡെപ്യൂട്ടി HM KS ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി S പ്രമോദ്, അധ്യാപകനായ ബിജു മോഹൻ ബാബു, ACPO VS നീതു, സബ് ഇൻസ്പെക്ടർ ജെയ്സൺ, കായികാധ്യാപകൻ ഗിരീഷ്, TN സിജിൻ എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ SPC സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി DYSP PVK രാജു ഫ്ലാഗ് ഓഫ് ചെയ്തു. നിങ്ങൾ സമൂഹത്തിന് തിന്മകൾ ചെയ്യുന്ന കുട്ടികളായി മാറിയാലോ? കണ്ടില്ലേ, അച്ഛനും അമ്മയും സ്വപ്നം കാണുകയാണ്, നാളെ എൻ്റെ മകൾ അല്ലെങ്കിൽ നാളെ എൻ്റെ മകൻ പഠിച്ചു വലുതായി എൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ സേവിക്കുന്ന ഒരു മിടുക്കനായോ മിടുക്കിയായോ മാറുമെന്ന് സ്വപ്നം കാണുന്ന അച്ഛനും അമ്മയ്ക്കും ലഭിക്കുന്നത് ഇതുപോലെ കഞ്ചാവ് പിടി വലിച്ചു നടക്കുന്ന കള്ളനായ ജനങ്ങൾ പറയുകയാണ്, ഇന്നയാളുടെ മകൻ കള്ളനാണ്, അല്ലെങ്കിൽ ഇന്നയാളുടെ മകള് കള്ളിയാണ്, അവള് പൈസ മോഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു തലമുറയായി മാറണോ വേണ്ടേ എന്ന് ആര് തീരുമാനിക്കണം? നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം. കോസ്റ്റൽ റീജൻസി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. ചാർട്ടർ പ്രസിഡന്റ് TA ജെയ്സൺ പൊന്നോണം 2024 ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു. കൂട്ടായ്മയിൽ നല്ല സൗഹൃദവും വെച്ച് പുലർത്തുന്ന ഒരു നല്ല വർഷമായി തുടരണം. അതിന് എല്ലാ അംഗങ്ങൾക്കും ആശംസ പറയുന്നു. ഇപ്രാവശ്യം ഓണം വളരെ സവിശേഷത നിറഞ്ഞ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ സിനിമ ആർട്ടിസ്റ്റുകൾ വരെ ആശംസകൾ പറഞ്ഞ ഒരു ഓണമായി മാറിയില്ല. തികച്ചും വ്യത്യസ്തമായി ഇപ്രാവശ്യത്തെ ഓണം മാറട്ടെ. അടുത്ത പ്രാവശ്യം മുതൽ നമുക്ക് നമ്മളുടെ കുടുംബാംഗങ്ങളുടെ കലാരൂപങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായി ഇത് മാറണം ഈ ഓണാഘോഷം. അതിനായിട്ട് ഒരു ലേഡീസ് വിങ് തന്നെ ഇവിടെ രൂപീകരിക്കണമെന്നും കൂടി എൻ്റെ ഒരു ആഗ്രഹം കൂടി ഞാൻ പറയുന്നു. അതിൽ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറായിട്ട് ലേഡീസ് വിങ് അവരായിരിക്കണം ഈ ഓണത്തിൻ്റെ പ്രോഗ്രാമൊക്കെ നടത്താനായിട്ട് അവരെ കണ്ട് ഏൽപ്പിച്ചു കൊടുക്കുക. അവർ കുട്ടികളുടെ നമ്മളുടെ CRC പ്രസിഡന്റ് ജിനോ പൊയ്യാറ അധ്യക്ഷനായി. PB സുബ്രഹ്മണ്യൻ, AP രഞ്ജിത്ത്, രാജേഷ് വേളേക്കാട്ട്, PN സുജിന്ത്, ട്രഷറർ പ്രഭാതചന്ദ്രൻ, സെക്രട്ടറി KC ബൈജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓണക്കളി മത്സരങ്ങൾ, ഏങ്ങണ്ടിയൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വനിതാവേദി ശ്രീപാദം, പാരിജാതം ട്രൂപ്പ് ചെമ്മാപ്പള്ളി എന്നിവർ അവതരിപ്പിച്ച തിരുവാതിരക്കളി, സമയ കലാഭവൻ നല്ലമ്മയുടെ നാടൻപാട്ട് എന്നിവ അരങ്ങേറി. നമ്മുടെ പൊന്നോണം 2024 വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ക്ലബിൽ ആഘോഷിക്കാൻ കഴിഞ്ഞു. അതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. എനിക്ക് മാവേലിയാവാനും ഒരവസരം കിട്ടി. അത് ഔചാരികമായിട്ട് ഉണ്ടായിട്ടൊരു അവസരമാണ്. അത് വിശ്വേഷനായിരുന്നു നടക്കുകയാണത്. വിശ്വേഷത് സ്നേഹപൂർവ്വം എനിക്ക് നൽകി. അപ്പോൾ ഞാനത് സന്തോഷപൂർവ്വം ഏറ്റെടുത്തു. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവണം. നിങ്ങൾക്ക് ഏങ്ങണ്ടിയൂർ കൊള്ളീസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചേറ്റുവ നിധി കോട്ടേജിൽ നടത്തിയ പരിപാടിയിൽ കൂട്ടായ്മയിലെ മുഖ്യരക്ഷാധികാരി വിജയൻ കൊള്ളീസ് അധ്യക്ഷത വഹിച്ചു. രാജൻ കൊച്ചത്ത്, ജോഷി കൊള്ളീസ്, ദിനേശ് ബാബു, ശശി ചെറിയത്ത്, കുട്ടാപ്പി തച്ചപ്പുള്ളി, ലോകേഷ് രവീന്ദ്രൻ, കൊണ്ടപ്പശ്ശേരി, മണിലാൽ കൊള്ളീസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ കലാപരിപാടികളും വിവിധയിനം മത്സരങ്ങളും സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. തൃത്തല്ലൂർ ചട്ടിക്കാട് മസ്ജിദിന്നൂറിൽ
സ്വാലത്ത് വാർഷികത്തോടനുബന്ധിച്ച് അന്നദാനം നടത്തി. തൃത്തല്ലൂർ ചട്ടിക്കാട് മസ്ജിദുന്നൂറിൽ സ്വാലത്ത് വാർഷികത്തോടനുബന്ധിച്ച് അന്നദാനം നടത്തി. ജാതിമത ഭേദമന്യേ നിരവധി പേർ ഭാഗമായ ചടങ്ങിന് സദർ മുഅല്ലിം യൂസഫ് അലി സഖാഫി, സെക്രട്ടറി ആർ എ ഷംസുദ്ദീൻ, പ്രസിഡന്റ് പി എ കുഞ്ഞാമിദ്, രക്ഷാധികാരി കെ കെ ഷൗക്കത്ത് അലി, ട്രഷറർ എ എം തൗഫീഖ് എന്നിവർ നേതൃത്വം നൽകി. തൃത്തല്ലൂർ ചട്ടിക്കാട് മസ്ജിദുന്നൂർ നൂറുൽ ഹുദ മദ്രസ കമ്മിറ്റിയുടെ കീഴിൽ, പള്ളി കമ്മിറ്റിയുടെ കീഴിൽ എല്ലാ മാസവും നമ്മുടെ പള്ളിയിൽ നടത്തി വരുന്ന മജ്ലിസ് നൂർ, സ്വലാത്ത് എന്നിവയുടെ വാർഷികവും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഇവിടെ ഭക്ഷണ വിതരണവും നടത്തി. മണപ്പുറം ഫൗണ്ടേഷൻ മലപ്പാട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ ഇൻവെർട്ടർ സ്ഥാപിച്ചു. വില്ലേജ് ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് അധ്യക്ഷനായി. മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ, വില്ലേജ് ഓഫീസർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ പ്രതിനിധികൾ, വില്ലേജ് ഓഫീസ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. മണപ്പുറം ഫൗണ്ടേഷന്റെ ഈ വർഷത്തെ CSR പദ്ധതികളുടെ ഭാഗമായാണ് ഇൻവെർട്ടർ നൽകിയത്. മണപ്പുറം ഫൗണ്ടേഷൻ ഈ നാട്ടിലെ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ഒരു സ്ഥാപനമാണ് മണപ്പുറം ഫൗണ്ടേഷൻ. അതിൻ്റെ നേതൃത്വത്തിൽ തന്നെ വില്ലേജ് ഓഫീസിലേക്ക് ഇൻവെർട്ടർ നൽകിക്കൊണ്ട് ഏത് സമയത്തും ഒരു സർട്ടിഫിക്കറ്റിന് നമുക്ക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും കറണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്, തിരക്കുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ കറണ്ട് അത്യാവശ്യമാണ്. കറണ്ട് ഇല്ലെങ്കിലും പ്രവർത്തിക്കണം, നമുക്ക് ജോലി ചെയ്യണം. അതുകൊണ്ട് ഈ ഉപകരണം ഇന്ന് ഇവിടെ നൽകുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുള്ള് കാർത്യായനദേവി ക്ഷേത്രത്തിൽ മോഷണം, 5.5 പവൻ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു. ചേർപ്പ് 8 മുന പാടത്ത് മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. അഖില കേരള ശാസ്താംപാട്ട് മഹോത്സവം ഗാന്ധി ജയന്തി ദിനത്തിൽ അന്തിക്കാട് നടക്കും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.